നമസ്കാരം. തൃശൂർ പൂരം തടയാൻ ശ്രമിച്ച പോലീസ് നടപടി രാഷ്ട്രീയ വിഷയമല്ലെന്നും എന്നാൽ പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ശ്രമിക്കുന്നതെന്നും ബി.ജെ.പി. മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ. സംഭവത്തെ വസ്തുനിഷ്ഠമായി കാണാൻ സതീശൻ ശ്രമിക്കുന്നില്ല. തൃശൂരിലെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തിരിക്കുന്നത്. സംഭവം അന്വേഷിക്കാൻ ആദ്യം അവിടെ എത്തിയ ഒരേയൊരു രാഷ്ട്രീയ നേതാവ് സുരേഷ് ഗോപിയാണ്. എന്തിനും എൻ.ഡി.എയും ബി.ജെ.പിയും കുറ്റം പറയാനാണ് ശ്രമിക്കുന്നത്. ഇതിന്റെ മറവിലും സുരേഷ് ഗോപിയെ ആക്രമിക്കുക എന്നതാണ് സതീശന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനങ്ങൾക്കും മക്കൾക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി. തിരുവമ്പാടി വിഭാഗത്തിന്റെ എഴുന്നള്ളിപ്പ് വേണ്ടെന്ന് വെച്ചു. അതിൽ നിന്നുള്ള ഒഴിവായി വെടിക്കെട്ട് മൂവ്മെന്റ് നടത്താൻ വെളുപ്പിന് 3 മണിക്ക് നടത്താൻ കഴിഞ്ഞില്ല. ഇതെല്ലാം പോലീസിന്റെ അനാവശ്യമായ ഇടപെടൽ, സർക്കാരിന്റെ ഇടപെടൽ, പൂരത്തിന് കുറെ നാളുകളോളമായിട്ട് അവിടുത്തെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ട് സർക്കാർ ഇടപെട്ട് അതെല്ലാം വികലമാക്കാൻ, ശിഥിലമാക്കാൻ, പരാജയപ്പെടുത്താൻ എന്തിന് ശ്രമിക്കുന്നു എന്നുള്ള ചോദ്യമാണ്. ഇത് ഇവിടുത്തെ ജനങ്ങളുടെ വികാരങ്ങളെ ഗുണപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മതേതര സർക്കാർ ഏത് മതത്തിലുള്ള ജനങ്ങൾ അവരുടെ ആഘോഷങ്ങൾ നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. അതിന് ഇടങ്കോലിട്ട് തടസ്സമുണ്ടാക്കി വികലമാക്കി അത് മുഴുവൻ തകർന്ന തരിപ്പണമാകുന്ന വിധത്തിൽ ജനമനസ്സുകളിൽ എന്നൊന്നും ഒരു വേദന ഉണ്ടാക്കുന്ന രീതി ചെയ്യുന്നത് ശരിയല്ല. തീർച്ചയായിട്ടും നമ്മുടെ മതസ്വാതന്ത്ര്യത്തിന് കനത്തെ ആഘാതമാണ് ആരാധനാ സ്വാതന്ത്ര്യത്തിന്റെ ധ്വംസനം. അത് ഭരണഘടനാദത്തമായി ഓരോ പൗരനുമുള്ള ആ സ്വാതന്ത്ര്യത്തിന്റെ ഒരു ലംഘനമാണ്. തീർച്ചയായിട്ടും സർക്കാർ നടപടി സ്വീകരിക്കണം. അവിടുത്തെ ജനങ്ങളുടെ ഉത്കണ്ഠയും പ്രതിഷേധവും അമർഷവും മനസ്സിലാക്കണം. ഗവൺമെന്റ് അവസരത്തിനാണ് ഉയരണം. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് അന്വേഷണം നടത്തണം. പോലീസുകാരെ വിളിച്ചു വരുത്തി ബാരിക്കേഡ് വെച്ച് പറഞ്ഞ എന്റെ സതീശ എന്തിനും ബി.ജെ.പിയെയും എൻ.ഡി.എയും സുരേഷ് ഗോപിയെയും കുറ്റപ്പെടുത്തുക. സുരേഷ് ഗോപി അപ്പോഴെങ്കിലും ഉണ്ടായിരുന്നു. രാവിലെ ഈ കാര്യം അന്വേഷിക്കാൻ രംഗത്ത് വന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ഇതൊക്കെ ആർക്കാ മനസ്സിലാക്കിയത്? ഇതൊക്കെ ഇങ്ങനെയുള്ള പച്ചക്കള്ളങ്ങളൊക്കെ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വ്യക്തികളാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി. ഇത് പൂരം ഉണ്ടായ കാര്യത്തിന്റെ തയ്യാറെടുപ്പ് ആരംഭിക്കുന്ന കാലം മുതൽ അതിനെതിരായിട്ട് സർക്കാർ ഓരോ വിധത്തിലുള്ള കണ്ടീഷനുകൾ, ഉപാധികൾ മുന്നോട്ടേക്ക് വെച്ച് തടസ്സവാദം ഉന്നയിച്ച് പല രീതിയിൽ ബുദ്ധിമുട്ടിക്കുക. സതീശന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണ്. അത് ആ പ്രദേശത്ത് ജനങ്ങളെ അദ്ദേഹം വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. സംഭവങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് കാണുകയും സത്യത്തോടൊപ്പം നിലയുറപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ ആവശ്യം ഇതിന്റെ മറവിലും സുരേഷ് ഗോപി ആക്രമിക്കാനുള്ളതാണ്. സുരേഷ് ഗോപി രാഷ്ട്രീയ മുതലെടുപ്പാണ് അദ്ദേഹം നടത്തുന്നത്. ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല. ഇനി എന്നിട്ടും അതിൻ്റെ അകത്ത് രാഷ്ട്രീയം കാണുന്നതിനാണ്. ശബരിമല വിഷയത്തിൽ സർക്കാർ എടുത്തൊരു നിലപാട് പോലെ വിശ്വാസികൾക്കെതിരായിട്ടുള്ള ഒരു നിലപാടായിട്ട് തീർച്ചയായിട്ടും വിശ്വാസികൾക്കെതിരെ ഈ നിലപാട് മാത്രമല്ല, കേരളത്തിൽ ഇടപെടുന്നതും നിരവധി സംഭവങ്ങൾ ഇതുപോലെ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ ഉത്കണ്ഠയുണ്ട്. ഇവിടുത്തെ ജനങ്ങൾക്ക് ഉത്കണ്ഠയുണ്ട്. മതസ്വാതന്ത്ര്യവും ആരാധനാ സ്വാതന്ത്ര്യവും ഒരു നാടാണ്. ഇവിടെ എല്ലാ മതസ്ഥർക്കും ആ സ്വാതന്ത്ര്യമുണ്ട്. ഒരു മതത്തിന്റെയും ആരാധനയിലും ആചാരത്തിലും അനുഷ്ഠാനത്തിലും സർക്കാർ, ഒരു മതേതര സർക്കാർ ഇടപെടാൻ പാടില്ല. ഇവിടുത്തെ ക്ഷേത്രങ്ങൾ എന്തിനാണ് സർക്കാർ ഇങ്ങനെ കൈവച്ച് വെച്ചിരിക്കുന്നത്? ജനങ്ങൾ ന്യായമായി ചോദിക്കുന്ന ചോദ്യമാണ്. മതേതര സർക്കാരാണെന്ന് പറയും. എപ്പോഴും മതേതരത്തെ കുറിച്ചാണ്. അങ്ങനെയാണ് മതസ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടെങ്കിൽ മതസ്ഥാപനങ്ങൾ അതാത് മതസ്ഥർ ഭരിക്കട്ടെ എന്ന് പറയട്ടെ. അവരുടെ ആഘോഷങ്ങളിലും അവരുടെ ജനങ്ങൾ പങ്കെടുക്കുന്ന ഉത്സവങ്ങളിലും ഒക്കെ എന്തിന് ഇടപെടണം? എന്തിന് തടസ്സങ്ങൾ ഉണ്ടാക്കണം? ഇത് നൽകുന്ന സന്ദേശം എന്താ?